നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടി ഭൂമി വാങ്ങുമ്പോൾ ആ ഭൂമി വീട് വയ്ക്കാൻ അനുയോജ്യമാണോ എന്നറിയാനുള്ള ഒരു ചെറിയ ഉപായമാണ് പറയുന്നത്. നമ്മൾ മോശമായ ഭൂമിയിൽ വീട് വച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ശാന്തി ലഭിക്കാതെ ദുരിതപൂർണമായ ഒരു ജീവിതം നയിക്കേണ്ടി വരും. എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് മനസ്സമാധാനം ഒരിക്കലും കിട്ടത്തില്ല. എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഐശ്വര്യമില്ലാത്ത ഭൂമിയിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ നമ്മുടെ സന്തതി പരമ്പരയ്ക്ക് പോലും നാശമാണ് വന്ന് ഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയ ഭൂമി വാസയോഗ്യമാണോ അല്ലയോ എന്നറിയാൻ ആ ഭൂമിയുടെ വടക്ക് ഭാഗത്ത് കിഴക്കോ പടിഞ്ഞാറോ മൂലയിൽ ഒരു കുഴിയെടുക്കുക. ഈ ഭൂമിയുടെ നിരപ്പിൽ നിന്നും 1.5 അടി താഴ്ചയിൽ വേണം ഈ കുഴിയെടുക്കാൻ. 1.5 അടിയിൽ കൂടുതൽ വേണ്ട, 1 അടിയിൽ കുറയാനും പാടില്ല. അല്പം വീതിയിൽ വേണം ഈ കുഴിയെടുക്കാൻ. ഈ കുഴിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കുഴിയിൽ നിന്നെടുക്കുന്ന മണ്ണ് ഒരല്പം പോലും ഭൂമിയിലേക്കിടാതെ ഏതെങ്കിലും ഒരു ബക്കറ്റിലോ ചാക്കിലോ വല്ലോ വയ്ക്കുക. അല്പം പോലും അവിടെയും ഇവിടെയും ഒന്നും കളയരുത്. ഈ കുഴിച്ച കുഴിയിൽ നിന്നും പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്തിരിക്കണം. അതിനുശേഷം ഈ മണ്ണ് തിരികെ ഈ കുഴിയിലേക്ക് നിറയ്ക്കുക. തിരികെ നമ്മൾ ഈ മണ്ണ് കുഴിയിലേക്ക് നിറയ്ക്കുമ്പോൾ ആ കുഴി നിറഞ്ഞതിന് ശേഷം ഈ മണ്ണ് അധികം വരികയാണെങ്കിൽ ഈ ഭൂമി വാസയോഗ്യമായ ഭൂമിയാണ്. ഈ ഭൂമിയിൽ വീട് വയ്ക്കുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാവുകയില്ല. ഐശ്വര്യമുള്ള ഭൂമിയാണ്. നമ്മൾ തിരികെ ഈ കുഴിയിലേക്ക് മണ്ണിടുന്ന സമയത്ത് ഈ മണ്ണ് നിരപ്പിന് നിൽക്കുകയാണെങ്കിൽ, അതായത് ഭൂമിയുടെ താഴേക്കും പോകുന്നില്ല മുകളിലേക്കും ഉയർന്നു നിൽക്കാത്ത അവസ്ഥയിൽ നിരപ്പ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ഭൂമി മധ്യമമാണ്. ഇങ്ങനെയുള്ള ഭൂമിയിൽ വീട് വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ അരാജകത്വം ഒന്നും ഉണ്ടാവുകയില്ല. വലിയ കുഴപ്പം കൂടാതൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. നമ്മൾ ഈ മണ്ണ് കുഴിയിലേക്കിടുന്ന സമയത്ത് ഭൂമിയുടെ നിരപ്പ് വരെ എത്താതെ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ താഴ്ന്നു കിടക്കുകയാണെങ്കിൽ ആ ഭൂമി ഒരു കാരണവശാലും വാസയോഗ്യമായ ഭൂമിയല്ല. അവിടെ വീട് വെച്ച് താമസിച്ചാൽ സർവനാശമാണ് ഫലം. അപ്പോൾ നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ ഒരുപാട് വലിയ കുഴിയൊന്നും എടുക്കണ്ട. 1.5 അടി താഴ്ച 1.5 അടി വീതിയൊക്കെ ആയാലും മതി. പൂർണ്ണമായും മണ്ണ് നീക്കിയ ശേഷം ആ മണ്ണ് തിരികെ ഇടുമ്പോൾ കുഴി നിറഞ്ഞ് അധികം മേളോട്ട് വന്നാൽ അത് ശുഭപ്രദമായ ഭൂമിയാണ്. നിരപ്പ് വരെയാണ് എത്തുന്നതെങ്കിൽ അത് മധ്യമമാണ്. അഥവാ നിരപ്പ് വരെ എത്താതെ താഴ്ന്ന് മണ്ണ് നീക്കുന്നെങ്കിൽ അത് അധമമായ ഭൂമിയാണ്. ഈ രീതിയിൽ നമുക്ക് നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമുക്ക് സ്വയം ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.